ഹായ് ഫ്രണ്ട്സ്. ദിലീപ് ഗൂഢാലോചന കേസിൽ, ബലാത്സംഗ കേസിൽ റിമി ടോമിക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് അല്ലെ. ആ കാലഘട്ടങ്ങളിൽ, ഈ ചെയ്ത കാലഘട്ടം 2017, ആ സമയങ്ങളിൽ റിമി ടോമിയുടെ പങ്ക് വലിയൊരു പങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിമി ടോമിയെ വിളിപ്പിക്കുന്നു, പോലീസ് വിളിപ്പിക്കുന്നു, റിമി ടോമി കേസിന് വേണ്ടി നടക്കുന്നു. റിമി ടോമി എന്താ തീരെ സമയമില്ലാത്ത രീതിയിൽ റിമി ടോമി ഓടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവരുടെ അവിഹിതം മുഴുവൻ കണ്ട വ്യക്തിയാണ് റിമി ടോമി എന്ന് പറയപ്പെടുന്നു. ദിലീപും കാവ്യയും തമ്മിൽ ബാത്റൂമിൽ വൃത്തികേടുകൾ ചെയ്യുന്നു, റൂമിൽ വൃത്തികേടുകൾ ചെയ്യുന്നു. ആ സമയത്ത് അതിജീവിതയും റിമി ടോമിയും അറിയാതെ തന്നെ എണീറ്റ് പോകുന്നു എന്ന് പറയുന്നു. അതിജീവിത തന്നെ പറഞ്ഞിട്ടുണ്ട്, മൊഴി പറഞ്ഞിട്ടുണ്ട്, റിമി ടോമിയാണ് ആദ്യം എണീറ്റ് പോയത്. ഇവരുടെ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അല്ലെ, ദിലീപും കാവ്യയും കൂടി വൃത്തികേടുകൾ ചെയ്യുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവർ എണീറ്റ് പോകുന്നു എന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് അതിജീവിത ഇത് എണീറ്റ് പോകുന്നു, ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ. അങ്ങനെയാണ് മഞ്ജുവിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. അപ്പൊ റിമി ടോമിക്കും അന്നുണ്ടായിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അതിജീവിത പറയുന്നു. അങ്ങനെ ആണ് ഈ അതിജീവിതയുടെ എന്തുണ്ടാവുന്നത്, പകയുണ്ടാകുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. റിമി ടോമി അതൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് റിമി ടോമി രംഗത്ത് വന്നിട്ടുണ്ട്, അതും പറയണം. അതുപോലെ ക്ലാസ്മേറ്റ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ജയിൽമേറ്റ് വന്നിട്ട് കുറെ സത്യങ്ങൾ തുറന്നു പറയുന്നു. അയാളുടെ സത്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അയാൾക്ക് എന്തുമാത്രമാണ് ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? അത്രയും ഓഫറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ എന്തിനാണ് ഇത്രയും സത്യങ്ങൾ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഈ ഓഫറൊക്കെ കിട്ടി ഞങ്ങൾക്ക് കുറെ നുണ പറഞ്ഞൂടെ? ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കഷൻ നടത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തുക. മനോരമ പേപ്പറിനെയും ചാനലിനെയൊക്കെ അത്രയധികം വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കിവിടെ സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട്, ഈ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന ആ കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളുമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വളരെ ഒരു പൈസ പോലും ഞാൻ അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസോ അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്. പക്ഷെ റീമിയുടെ പേര്, റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്രയും നാളായിട്ട് അടച്ചിട്ടില്ല. ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നുപോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും. നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്. ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. കേട്ടല്ലോ, റിമിയുടെ കേസ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇൻകം ടാക്സ് വന്നിട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? അതായത് ആദായ നികുതി, അങ്ങനെയുള്ള കുറച്ച് നികുതികളൊക്കെ അടയ്ക്കാനായിട്ടുള്ള പ്രശ്നമാണ്. അത് റിമിയുടെ കേസ്, അത് എല്ലാവർക്കും വരുന്ന കേസുകളാണ്. നമ്മളും കുറെയൊക്കെ അടയ്ക്കാൻ പെട്ടെന്ന് മറക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കേസുകളാണ്. ദിലീപ് പൈസ അയച്ചു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ റിമി പറയുന്ന ഒരു പ്രത്യേക ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് അവിടെ. അതായത് റിമിക്ക് ഇത്രയധികം ശത്രുക്കളുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു എന്ന്. റിമിയുടെ പേര് ഞങ്ങളല്ല പറയുന്നത്, മറ്റുള്ളവരാണ്. അപ്പൊ ആരാണ്? ദിലീപ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. കാരണം ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ദിലീപിനെ പറഞ്ഞു കൊടുക്കും റിമിയുടെ പേര്. ഞങ്ങളുടെ അവിഹിതം കണ്ടുപിടിച്ച ആളാണ് കേട്ടോ റിമി, അതുകൊണ്ട് റിമിക്ക് ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് ദിലീപ് പറയൂ. സാമാന്യ ബുദ്ധി വെച്ച് നിങ്ങൾ പറ. അപ്പൊ ആരായിരിക്കും റിമിയുടെ പേര് കൊട്ടിഘോഷിക്കുന്നത്? ഗൂഢാലോചന കമ്മിറ്റി, വേറൊരു കമ്മിറ്റി ഉണ്ടല്ലോ ഗൂഢാലോചന, അവര് തന്നെയാണെന്ന് ഏത് പച്ച മനുഷ്യനും അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അന്ന് റിമീനെ കുറെ കൊട്ടി ആഘോഷിച്ചു, ആദർശേനെ, ദിലീപിനൊക്കെ കൊട്ടി ആഘോഷിച്ചു. പൾസർ സുനിയെ കൊണ്ട് പേര് പറയിപ്പിച്ചതും ഈ ഗൂഢാലോചന കമ്മിറ്റി തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും, ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നത് തന്നെ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി നോക്കൂ. ഈ റിമി പറഞ്ഞ കുറെ കാര്യങ്ങളും, അതുപോലെ ദിലീപിനെ കുടുക്കാൻ വേണ്ടി ഇവർ ചെയ്ത കുറെ കാര്യങ്ങളും, 8 വർഷം തല കുത്തി നിന്ന് പരിശ്രമിച്ചിട്ട് ഒരു തെളിവ് പോലും ഇവർക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. ദിലീപിനെതിരെ ഒരുപാട് ഗൂഢാലോചന ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ദിലീപിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ കണ്ടുപിടിച്ചില്ല?
അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ലേ കുറെ കെട്ടിച്ചമച്ച കുറെ ഫോട്ടോഷോപ്പുകളും കുറെ കഥകളും കൊണ്ടുവന്നു. പൾസർ സുനി പോലും അറിയാത്ത കുറെ കഥകൾ അവർ കൊണ്ടുവന്നു. എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടില്ല. റിമി പറയുന്നത് വെച്ചാൽ 101% സത്യമാണ്. എനിക്ക് 50 ലക്ഷം പോയിട്ട് 50,000 രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ ദിലീപിൻ്റെ നിന്ന് വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ കിട്ടുന്ന പൈസ വേണ്ട. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടിയാണ്. നിങ്ങൾ അന്വേഷിക്കൂ അന്വേഷിക്കൂ എന്ന് പറയുന്നുണ്ട്. എല്ലാ തെളിവുകളും മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ഒരു 10 രൂപ പോലും ദിലീപ് ഇട്ട് തന്നു എന്ന് തെളിവുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് റിമിക്കൊന്നും അത് പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ. ഇവർ അവിഹിതം കണ്ടുപിടിച്ചു എന്നാണോ റിമിക്ക് ഉള്ളത് തെറ്റ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വോയിസ് കൂടെ നമുക്ക് കേൾക്കാട്ടോ. അവരെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള പേര് പറയണ്ട, പിന്നെയും പേര് പറഞ്ഞു, സോറി കേട്ടാ, ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി വിളിച്ചോണ്ടിരിക്കുന്നു? ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്നെ പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, കാരണം നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യയായിട്ട് ഞാൻ ചോദിച്ചു, 10-ാം തീയതി ഞാൻ കേട്ടല്ലോ റിമി പറയുന്നത്. ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇവർക്ക് വലിയ തെളിവായിട്ടുള്ളത്. ദിലീപാണ് അതിന് മുഖ്യ സൂത്രധാരൻ. ഈ ഒരു ഷോയുടെ, അമേരിക്കൻ ഷോ ആയാലും ഏത് ഷോ ആയാലും മുഖ്യ സൂത്രധാരൻ ദിലീപാണ്. അപ്പൊ ദിലീപിനെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യകത ഇവർക്കുണ്ട്. പിന്നെ ഈ അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇവർ ഒരുമിച്ച് ഒരു ഷോയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതിജീവിതയ്ക്ക് മെസ്സേജ് അയച്ചു, ഇവർക്കും വിളിച്ചു പറഞ്ഞു അയ്യോ ഇങ്ങനെ സംഭവിച്ചു കേട്ടോ എന്ന് ഇവർ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇവർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് സംഭവിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കില്ലേ, അയ്യോ നമ്മുടെ മറ്റേ ഫ്രണ്ട്സിന് ഇങ്ങനെ സംഭവിച്ചല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിന് റിമിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഒഴുകി എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു കൂട്ടുന്നത്. ആൾക്കാരല്ല കേട്ടോ, ഗൂഢാലോചന കമ്മിറ്റിയാണ് പറഞ്ഞുണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ അവളെയും അതുപോലെ കാവ്യയെയും ഒക്കെ വിളിക്കുന്നത് അങ്ങനെയാണെന്ന് റിമി പറയുന്നുണ്ട്. സത്യമായിട്ട് റിമി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള റിമി, എൻ്റെ പൊന്ന് റിമി, അന്ന് കൂടുതൽ വിളിക്കാഞ്ഞത് ഭാഗ്യമായി. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ മേഡമായിട്ട് ദിലീപിന്റെ ഒപ്പം തന്നെ റിമിയെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ബഹിഷ്കരിച്ചേനെ. റിമിക്ക് ഒരു കാര്യവും ഒരു പ്രോഗ്രാമും കിട്ടാതെ റിമി കേരളത്തിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും ഓടേണ്ട വന്നേനെ എൻ്റെ പൊന്നു റിമി. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ക്ലാസ്മേറ്റ് അല്ല ജയിൽമേറ്റ്, അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം കേട്ടോ. ജയിൽമേറ്റ് ഭയങ്കര പരിശുദ്ധനാണ്. അത് ഈ പൾസർ സുനി പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ ജയിൽമേറ്റിന് 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയാണ് ദിലീപ് ഓഫർ ചെയ്തത്. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്കും ഈ സംഭവം അറിയാമെന്ന് പറഞ്ഞ് ദിലീപിന്റെ അടുത്ത് ചെന്നോളൂ. ദിലീപ് നിങ്ങൾക്ക് 25 ലക്ഷം 5 സെന്റ് ഭൂമിയും ഓഫർ ചെയ്യും, ഉടനെ ഓഫർ ചെയ്യും. അവരെ വക്കീൽ വന്ന് ഓഫർ ചെയ്ത് നിങ്ങൾ അത് മേടിച്ച് നുണസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. ഇതൊക്കെയാണ് ഇയാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് കേട്ടു നോക്കാം അയാൾ എന്താ പറയുന്നത്. ഈ കേസ് ഞാൻ വാദിച്ചോളാം, ഞാൻ കൈകാര്യം ചെയ്തോളാം, നടിയാക്രമണ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ അമീറുൽ ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞു വിട്ട് അമീറുൽ ഇസ്ലാം സുനീനെ ധരിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ഏറ്റവും അവസാനം സുനി ഈ ആളൂരിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആളൂർ പറയുന്നത് എനിക്ക് ഇത്ര രൂപ, എത്രയോ എനിക്കറിയില്ല, എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല, ആളൂരുടെ ജൂനിയറോ ആരോ വന്ന് ഇത്ര രൂപ അതിന് അഡ്വാൻസ് കൊടുക്കണം എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് അതുവരെ ഈ പറഞ്ഞ സുനിയുടെ യജമാനെ തേടി സുനി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് നിന്നില്ല. അങ്ങനെ പലപ്പോഴും ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വക്കീലിന് പൈസ കൊടുക്കാൻ, അതുപോലെ മറ്റെന്തോ കൂട്ടുപ്രതികൾക്ക് എന്തോ സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീട് ചെത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് യജമാനെ അന്വേഷിച്ച് സുനി കത്തെഴുതിയതും ഫോൺ വിളിച്ചതും മറ്റു കാര്യങ്ങളും. അതുവരെ അച്ചടാ പാവ സുനി. യജമാൻ അന്വേഷിച്ചത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ അമറുൽ ഇസ്ലാം എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, അയാൾ ജിഷാവധ കേസിലെ ആളാണ്. അയാളുടെ വക്കീൽ ആളൂരാണ്. അപ്പൊ ഇയാളുടെ അടുത്ത് ഈ അമറുൽ ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞു വിടും, ഞാൻ വാദിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾ ലാസ്റ്റ് പൊറുതി കേട്ടപ്പോ സുനി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം കേട്ടോ എന്ന്. അപ്പൊ ഇയാൾക്ക് കൊടുക്കാൻ നിർവാഹമില്ല. ആർക്ക്? നമ്മുടെ സുനിക്ക് കേട്ടോ. നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ സുനിക്ക് അന്ന് പൈസ കൊടുക്കാൻ കാശില്ലാതെ ഇപ്പൊ യജമാനെ തേടി അവൻ ഇറങ്ങി. അങ്ങനെയാണ് കത്തയച്ചത് കേട്ടോ. കത്തയച്ചതൊക്കെ നമ്മൾ ആദ്യമേ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ആരാണ് എഴുതിയതെന്നും ആര് പറഞ്ഞിട്ടാണ് എഴുതിയതെന്നും മൊബൈൽ ഫോൺ ആരാണ് കടത്തിയതെന്നും പോലീസ് കൊടുത്തതാണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുനിക്ക് പൈസ ഇല്ലാതെ ഇപ്പൊ പാവട്ടോ ആളൂരിന് വെക്കണ്ടേ. അപ്പൊ സുനി വേഗം നമ്മുടെ ദിലീപിനെ വേഗം യജമാനെ തട്ടി ഉണർത്തി കത്തൊക്കെ എഴുതി പോലീസൊക്കെ വേഗം സംഘടിപ്പിച്ച് പാനും കടലാസൊക്കെ സുനിക്ക് മാത്രം കൊടുത്തു വെച്ചു. സുനി അവിടുത്തെ VIP ആണല്ലോ, കൊടുത്തു. അങ്ങനെ സുനി കത്തെഴുതി വിട്ടു നമ്മുടെ. പക്ഷെ യജമാനൻ പൈസ കൊടുത്തില്ല. യജമാനൻ എന്ത് ചെയ്തു? ആ കത്തെടുത്തിട്ട് പോലീസിന് കൊണ്ടുകൊടുത്തു. പൈസ കൊടുക്കണ്ട. ഇപ്പൊ സുനിക്ക് എവിടെ നിന്ന് കിട്ടും പൈസ? പാവം. കുറെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയും ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുനിക്ക് ഇത്രയും കാലം ചെലവായത് 1.5 കോടി രൂപയാണ് മക്കളെ. 1.5 കോടി രൂപ സുനിക്ക് ചെലവായി. അതായത് വക്കീലിന് കൊടുത്തു. ഒട്ടും സാമ്പത്തികമില്ലാത്ത സുനിയാണ് കേട്ടോ. അന്ന് പൈസ ഇല്ലാതെ ദിലീപിനോട് കെഞ്ചിയ സുനി
1.5 കോടി രൂപ ചെലവിട്ടു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കൂ. ആരാണ് ഇവന്റെ ഈ ചെലവ് നോക്കിയത്? ദിലീപ് പൈസ കൊടുക്കാത്തതുകൊണ്ടാണല്ലോ അവൻ കത്തെഴുതിയത്. അപ്പൊ ഈ ജാമ്യം എടുക്കാനും ചെലവിനും കാറിനും വക്കീലിനും ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും ആര് പൈസ ചെലവിട്ടു? ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അപ്പൊ ഈ പൈസ കൊടുത്തവനെ പിടിച്ചാൽ മതിയില്ലേ? ദിലീപ് കൊടുത്തിട്ടില്ല എന്ന് അവൻ തന്നെ കത്ത് എഴുതി കൊടുത്തു വിട്ടു. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപ് ആ കത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിലീപ് പൈസ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവൻ ലക്ഷറി കാറിലാണല്ലോ നടക്കുന്നത്. ഇവൻ നല്ല സന്തോഷമായിട്ട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയല്ലോ. സുപ്രീം കോടതിയിൽ പോയിട്ട് ഇവന് ബെയിൽ കിട്ടിയല്ലോ. ഇവന്റെ ചെലവാരാ നോക്കിയത്? ഇനി ഈ വക്കീലിനെ വെച്ചത് ആരാണ്? അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇതിന് ഇവന് ആര് പൈസ കൊടുത്തു എന്നുള്ളത് തെളിയിച്ച ആ വ്യക്തി തന്നെയാണ് നമ്മുടെ ഈ നടിയെ ബലാത്സംഗം ചെയ്തത്. എന്തുകൊണ്ട് ഇവർക്ക് ഇത് ബുദ്ധി തോന്നുന്നില്ല? ഇങ്ങനെ ഇവർക്ക് എന്തുകൊണ്ട് ബുദ്ധി തോന്നുന്നില്ല? അപ്പോ ക്ഷയരോഗിയായിട്ട് അച്ഛൻ വീട്ടില് പൾസർ സുനിയുടെ അമ്മ വാർക്കപ്പണിക്ക് കൂലിപ്പണിക്ക് വേണ്ടി പോകുന്ന അമ്മ. ഈ അമ്മയാ ഇവരൊക്കെ കൂടിയിട്ട് കഷ്ടപ്പെട്ട് 1.5 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നമ്മുടെ സുനിയെ ജാമ്യത്തിലിറക്കി. ഇത്രയും വലിയ ഒഫൻസിന് ജയിലിലിട്ട ആളെ ജാമ്യത്തിന് ഇറക്കുന്നു. വലിയ വലിയ കാറുകൾ മേടിച്ചു കൊടുക്കുന്നു. ഓ, എന്തൊരു ലക്ഷറി ലൈഫ് അല്ലേ? അപ്പൊ ഇതാരാണ് നയിപ്പിക്കുന്നത്? അപ്പൊ ഇതെല്ലാവരും കൂടി ഇവന് പൈസ കൊടുത്ത് ഇവനെ വലിയൊരു ഗുണ്ടയെ വളർത്തിയെടുത്തതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ദിലീപ് ആയിരിക്കുമോ? ദിലീപിനെ തന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള ആളായിരിക്കും ദിലീപ്. ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിരിക്കും. ഒരു ഭാഗത്ത് ദിലീപിന് കുറ്റം വേണം, മറ്റൊരു ഭാഗത്ത് പൾസർ സുനിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനിവിടെ 1.5 കോടി ഇറക്കുന്നു. ഓ, വല്ലാതെ വിചിത്രം തന്നെ കേട്ടോ ഈ കേസ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ വിമർശിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക്, ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന്. ശരിക്കും ഇത് ചിന്തിക്കാതെ ഈ ആൾക്കാർ ഓരോന്ന് പുലമ്പണ കാണുമ്പോൾ ശരിക്കും നല്ല ദേഷ്യം വരുന്നു. നമുക്കൊക്കെ എന്ത് കാര്യമുണ്ട് ദിലീപിനെ ഉയർത്തി കിട്ടിയിട്ട്? പക്ഷെ നമ്മൾ പറയുന്നതാണ് ന്യായത്തിന്റെ പക്ഷത്ത് നിന്ന് പറയാണ്. നാളെ നമ്മളും ഇങ്ങനെ ക്രൂശിക്കപ്പെടാം. അപ്പൊ ന്യായത്തിന്റെ പക്ഷത്ത് നമ്മൾ നിൽക്കുകയാണ്. ഒന്നുമില്ലാത്ത ഇവന് വെറുതെ ഒരു കാര്യവുമില്ലാതെ നടന്നിരുന്ന ഈ പൾസർ സുനിക്ക് 1.5 കോടി ആര് ചെലവിട്ടു? അതാണ് നമുക്കറിയേണ്ടത്. അയാളെ പിടിക്കണം. ഇനി അടുത്ത ഈ ജയിൽമേറ്റിന് അടുത്തത് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂട്ടോ. പോകുന്ന അവസ്ഥയുണ്ടായപ്പോൾ അവൻ വല്ലാതെ ഖേദിച്ചു എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വക്കീലിന് കൊടുക്കാനായിട്ട് പൈസ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ആളിനില്ല എങ്കിൽ പിന്നെ എന്ത് കൂറാണ് ഇവർക്കുള്ളത്? ശരിയായിട്ടും അത്രേ ഉള്ളൂ. അത് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന ആളെ. സുനി പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സകല ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതും. ഇപ്പോൾ പരമാവധി അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള എൻ്റെ എല്ലാ തെളിവും പോലീസിന് സുനി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. 25 ലക്ഷം രൂപയുമാണ്. അതെ, 5 സെന്റ് സ്ഥലം 25 ലക്ഷം രൂപ. എനിക്ക് അങ്ങനെ എന്ത് പറഞ്ഞാലും തരാമെന്ന് പറഞ്ഞത് ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായ ആളൊന്നുമല്ല. പക്ഷേ ഇത് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒക്കെ കേട്ടിരുന്നത്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. സാമാന്യ മനുഷ്യൻ എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, 5 സെന്റ് ഭൂമി എന്ന് പറഞ്ഞു. ഞാൻ ഇനി 50 ചോദിച്ചാൽ അവർ തന്നെ എനിക്ക് തോന്നുന്നു തരുമായിരിക്കാം. പക്ഷെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. കാരണം ഞാനത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളല്ല. അയ്യോ, എന്താ ചേട്ടാ വാങ്ങാനിത്? അയ്യോ, 25 ലക്ഷം രൂപയും അതുപോലെ 5 സെന്റ് ഭൂമിയും വെറുതെ കിട്ടുന്നതന്നെ മേടിച്ചു വെക്കായിരുന്നില്ലേ? നിങ്ങൾ ആ മൊഴി മാറ്റി എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നില്ല? അയ്യോ, കഷ്ടമായി പോയിട്ടോ. ഞങ്ങൾക്കൊക്കെ ഓഫർ ചെയ്യണ്ടായിരുന്നു. ഇവനൊക്കെ എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവനൊക്കെ 25 ലക്ഷം രൂപ 5 സെന്റ് ഭൂമിയും വാഗ്ദാനം ചെയ്യാൻ വേണ്ടി ഇവനെ കയ്യിലുണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ക്രിമിനൽസിന്റെ വാക്കും കേട്ടുകൊണ്ട് ദിലീപിനെ കൊണ്ട് അകത്തിടുന്നു. അപ്പൊ വേറൊരു ക്രിമിനൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മാർട്ടിൻ. അവന്റെ വാക്ക് എന്തുകൊണ്ട് കേട്ടില്ല? മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടി ചെയ്തതാണ്. ലാലിന്റെ മകനും ഇതിന് പങ്കുണ്ട്. ഇതൊക്കെ ഇവനും വേറൊരു ക്രിമിനലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കണ്ടേ? എന്തുകൊണ്ട് അത് ചെയ്തില്ല? അയ്യോ, ഇവന് 25 ലക്ഷം രൂപ ഇവൻ കണി കണ്ടിട്ടുണ്ടോ? 25 ലക്ഷം രൂപയൊക്കെ. എന്നിട്ട് ഇവനത് വാഗ്ദാനം ചെയ്തപ്പോ അവന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അത് മുഴുവൻ കേട്ടിരുന്നു പോലും അവൻ. പിന്നെ അവൻ പറയുന്നത് പിന്നെ എന്താണെന്നറിയോ? പൾസർ സുനിയെ കൈവിടാൻ ദിലീപിന് പറ്റത്തില്ല. ദിലീപിനും അപ്പുണ്ണിക്കും നാദൃശയ്ക്കും പറ്റില്ല എന്നാ പറയുന്നത്. അപ്പുണ്ണി എന്ന് പറഞ്ഞ ഇവരെ മാനേജർ കേട്ടോ. നാദൃശ കൂട്ടുകാരനും പറ്റില്ല. ദിലീപ് ചെയ്ത കുറ്റത്തിന് അപ്പുണ്ണി നാദൃശയൊക്കെ കഷ്ടപ്പെടുന്നേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ക്ലീൻ ഇമേജാണ് നമ്മുടെ പൾസർ സുനിക്ക്. അത്രയും നല്ലൊരു മനുഷ്യനാണ് അവൻ. പക്ഷെ അവനെ കൈവിടാൻ പറ്റത്തില്ല. അവ ഇങ്ങനെയൊക്കെ ഓരോ പരാക്രമങ്ങൾ ചെയ്യുന്നതിൽ പല നടിമാരുടെയും വീഡിയോസ് കിട്ടുന്നതാണല്ലോ. ഈ പറയുന്നവനൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നവരെയും പിടിച്ച് ചീത്ത പറയണം. ഈ പറയുന്നവനെ ആദ്യം കൊണ്ട് ജയിലിലിടണം. ആരാടാ നിന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞേന്ന് ചോദിക്കണം ആദ്യം. 2 ഇടി കൊടുത്ത് അവൻ പറയും ഇന്ന ആള് പറഞ്ഞു പറയാൻ. ഇത് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.